അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമത്തിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും നിസ്സഹായരാണ്, സമന്മാരാണ് എന്ന ബോധത്തോടുകൂടിയായിരിക്കണം ജീവിതത്തിന്റെ ബാക്കിയുള്ള ദിനരാത്രങ്ങളെ നാം ചിട്ടപ്പെടുത്തേണ്ടതും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതും. അല്ലാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്ന, ഒരടിമക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമാക്കുന്ന, അറിവ് അന്വേഷിക്കുന്ന ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും. മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടടുക്കുന്ന അവസാന സമയങ്ങൾ, ആ സമയങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റിയും, ആ മരണസമയത്ത് ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തിന് ഏത് തരത്തിലുള്ള മാർഗമാണ്, ഗുണപാഠമാണ് ഉൾക്കൊള്ളാനുള്ളത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കാനിരിക്കുന്നത്. ചില ശത്രുക്കൾ പറയുന്നതുപോലെ അപ്രതീക്ഷിതമായ, വളരെ പെട്ടെന്നുള്ള ഒരു മരണമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ജനനം പോലെ തന്നെ മരണവും ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാനും ഓർത്തുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുമുള്ള അനവധി സന്ദർഭങ്ങളിലൂടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം. ഏകദേശം 13-14 ദിവസം കഠിനമായ രോഗം ബാധിച്ചിട്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മരണത്തോടടുക്കുന്ന എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചില അടയാളങ്ങളിലൂടെയും ചില ലക്ഷണങ്ങളിലൂടെയും എന്റെ സമയമാകാറായിട്ടുണ്ട്, നിശ്ചയിക്കപ്പെട്ട അവധിയിലേക്കെത്താൻ അല്പസമയം മാത്രമേയുള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന, അങ്ങനെ ചിന്തിപ്പിക്കപ്പെടുന്ന പല കാരണങ്ങളും ലക്ഷണങ്ങളും
അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് തന്റെ പട്ടിണിപ്പാവങ്ങളായ സ്വഹാബത്തിന്റെ കൂടെ മക്ക മണലാരണ്യത്തിലേക്ക് കടന്നുവരികയും ആ കഅബാലയത്തെ വലയം ചെയ്തുകൊണ്ട് ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ തന്റെ സ്വഹാബത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലോകത്തിന്റെ റസൂലുള്ള ഓതിക്കൊടുത്ത ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എന്റെ സ്വഹാബത്തെ അൽയൗമ, ഇന്നത്തെ ദിവസം, ഈ ദിവസത്തോടുകൂടി അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ട മനുഷ്യർക്കവൻ അനുഗ്രഹിച്ചു കൊടുത്ത മതമായ ഇസ്ലാം ഇതാ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആ മതത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനോ ആ മതത്തിന്റെ കാര്യങ്ങൾ വഹിക്കപ്പെടുന്ന ഒരു പ്രവാചകനെയോ ഇനി ഈ ലോകത്തിന് ആവശ്യമില്ല. ഈ ലോകത്ത് നടപ്പിലാക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും ആ പരിശുദ്ധ മതമിത ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്റെ ഹജ്ജത്തുൽ വദാഇൽ ലോകത്തിന്റെ റസൂലുള്ള തന്റെ സഹാബാക്കളെ ഓർമ്മപ്പെടുത്തിയപ്പോ ആ സദസ്സിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യം, വമാ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഒരു കാര്യം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി സംഭവിക്കാനുള്ളത് ആ പൂർത്തീകരിക്കപ്പെട്ടതിൽ കൊഴിഞ്ഞു പോകുക എന്നതല്ലേ? നിറക്കപ്പെട്ട ഒരു കുടം ഇതാ നിറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് സംഭവിക്കാനുള്ളത് അതിലുള്ള വെള്ളം തൂവിപ്പോകുക, പുറത്തേക്ക് തെറിക്കുക എന്നതാണല്ലോ റസൂലെ സംഭവിക്കുക. അതിനർത്ഥം ഇസ്ലാമിനി നശിച്ചു പോകും എന്നാണോ എന്ന് റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടു കൂട്ടരെയും ലോകത്തിന്റെ റസൂലുള്ള ആശ്വസിപ്പിച്ചു. ഈ ഒരു ആയത്തിന്റെ അവതരണത്തിൽ തന്നെ ലോകത്തിന്റെ റസൂലുള്ളാഹ്ക്കറിയാം തന്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഓരോ പരിശുദ്ധ റമളാനിലും ഒരിക്കലായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാന്റെ അരികിൽ വരികയും വിശുദ്ധ ഖുർആൻ പാരായണം നടത്തിക്കുകയും ചെയ്യും. പക്ഷേ മരിക്കുന്നതിന്റെ തൊട്ടുമുൻപുള്ള പരിശുദ്ധ റമദാനിൽ 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ വരികയും റസൂലുള്ളായെ കൊണ്ട് 2 തവണ ഖുർആൻ ഓദിക്കുകയും ചെയ്തപ്പോ ലോകത്തിന്റെ റസൂലുള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടു, ഇനിയൊരു പരിശുദ്ധ റമദാനിൽ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓരോ റമദാനിലും അവസാനത്തെ 10 ദിവസമായിരുന്നു ലോകത്തിന്റെ പ്രവാചകൻ ഇഅ്തികാഫിരിക്കാറുള്ളത്. പക്ഷേ എന്തോ മരണത്തിന്റെ തൊട്ടുമുൻപുള്ള പരിശുദ്ധ റമദാനിൽ അവസാനത്തെ 20 ദിവസം ഇഅ്തികാഫിരിക്കാൻ ലോകത്തിന്റെ റസൂലുള്ളാഹ്ക്ക് മനസ്സിൽ തോന്നി. ഇങ്ങനെ ഓരോ ലക്ഷണങ്ങളും ഓരോ കാരണങ്ങളും മനസ്സുകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും കടന്നു വരുമ്പോ തന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും തന്റെ മുൻപിലിരിക്കുന്ന സ്വഹാബാക്കൾക്ക് വ്യംഗ്യമായും രഹസ്യമായും ലോകത്തിന്റെ റസൂലുള്ള അറിയിച്ചു കൊടുത്തിരുന്നു, സഹാബത്തെ, എന്റെ സമയമാകാറായി, എനിക്കല്ല നിശ്ചയിക്കപ്പെട്ട സന്ദർഭം എത്താറായി. അങ്ങനെ തന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മത്തിനിടയിൽ മഖാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഖാം ഇബ്രാഹിമിലേക്ക് എത്തിയപ്പോ പെട്ടെന്ന് അവിടെ ആരാധന നിർവഹിക്കുന്ന റസൂലുള്ള ഞെട്ടിത്തിരിഞ്ഞ് പിൻഭാഗത്തിരിക്കുന്ന സ്വഹാബത്തിന്റെ നേരെ എഴുന്നേറ്റ് നിന്നു. തോളൊപ്പിച്ച് മടമ്പൊപ്പിച്ച് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലി കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് ലോകത്തിന്റെ റസൂലുള്ള ആ സ്വഹാബത്തൊന്നടങ്കം കേൾക്കുമാറ് ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ഖുദൂ മിന്നീ മനാസികക്കും, ഖുദൂ മിന്നീ മനാസികക്കും. എന്റെ സ്വഹാബത്തെ ഞാൻ എന്ത് ചെയ്യുന്നോ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അണുവിട തെറ്റാതെ നിങ്ങൾ നോക്കി പഠിക്കണേ, നോക്കി ശ്രദ്ധിക്കണേ, പിൻപറ്റണേ. ഫലഅല്ലി ലാ അൽകാകും ബഅദ ആമി ഹാദാ. കാരണം ഈ ഒരു വർഷത്തിന് ശേഷം ഇനി നമ്മൾ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. ഇനി ഹജ്ജിന്റെ കർമ്മം ഇന്നതൊക്കെയാണെന്ന് പറയാൻ നിങ്ങളുടെ കൂടെ ഞാനുണ്ടായിക്കൊള്ളണമെന്നില്ല. ലാ അൽകാകും ബഅദ ആമി ഹാദാ. ഈ ഒരു വർഷത്തിന് ശേഷം ഇനി കണ്ടുമുട്ടുമേ എന്ന് യാതൊരുറപ്പുമില്ലാത്തതുകൊണ്ട് എന്റെ സ്വഹാബത്തെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടെ നിങ്ങൾ നിരീക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ ഓർമ്മിപ്പിച്ചു കൊടുത്തു.
പണ്ഡിതന്മാരായ ആളുകൾ, ലോകത്ത് മുഫസ്സിരീങ്ങൾ ഓരോരുത്തരും ഈ ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ട് സൂചിപ്പിച്ചു, ലോകത്തിന്റെ റസൂലുള്ളാഹ്ക്കറിയാം തന്റെ സമയമായി കൊണ്ടിരിക്കുന്നു എന്ന്. ഇനിയൊരു ഹജ്ജ് കർമ്മത്തിനോ ഇനി തന്റെ സഹാബത്തിന്റെ കൂടെ കഅബാലയം തവാഫ് ചെയ്യാനോ എനിക്ക് അവസരമുണ്ടാകില്ല എന്ന് അള്ളാഹുവിന്റെ തോന്നിപ്പിക്കലുകളും വഹിയും റസൂലുള്ളാന്റെ ഹൃദയത്തിലുള്ളതുകൊണ്ടാണ് തന്റെ സന്ദർഭം അടുക്കുന്ന സാഹചര്യത്തിൽ ലക്ഷണങ്ങളിലൂടെ ഓരോ വാക്കുകളും ലോകത്തിന്റെ റസൂലുള്ള അവതരിപ്പിക്കാനുള്ള കാരണം. അങ്ങനെ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. ലോകത്തിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങി, മദീനയിലേക്ക് മടങ്ങിയ റസൂലുള്ളാന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരാൻ തുടങ്ങി. വല്ലാത്തൊരു അസ്വസ്ഥത. മണിക്കൂറുകളോളം മസ്ജിദുൻ നബവിയിൽ അദ്ദേഹം സുജൂദിൽ കടന്നു. എഴുന്നേറ്റിരുന്നും രണ്ട് കൈകൾ ആകാശത്തേക്കുയർത്തിയും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റസൂലുള്ള പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന സഹാബക്കൾ ഓരോരുത്തരും അത്ഭുതപ്പെട്ടു. മുമ്പൊന്നുമില്ലാത്ത വിധം ലോകത്തിന്റെ റസൂലുള്ളാഹ്ക്ക് വല്ലാത്തൊരു പടപടപ്പും അസ്വസ്ഥതയും. ജന്നത്തുൽ ബഖീഇലേക്ക് ചെന്നു. തന്നോടൊപ്പം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ വാളെടുത്ത് യുദ്ധം ചെയ്ത പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി റസൂലുള്ള പ്രാർത്ഥിച്ചു. മതിവരാതെ ആ ജന്നത്തുൽ ബഖീഇൽ നിന്നും തിരിച്ചു വരാൻ മടി കാണിക്കുന്ന റസൂലുള്ളാഹിയെപ്പറ്റി ആ കാലഘട്ടത്തിലെ സഹാബത്ത് രേഖപ്പെടുത്തിയ ചരിത്രം ഇന്നും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് ചെന്നു. ലോകത്തിന്റെ റസൂലുള്ളാന്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മാറുകീറി കരളെടുത്ത് ചവച്ചു തുപ്പിയ മണ്ണിൽ മുഖം കുത്തി റസൂലുള്ള പ്രാർത്ഥിച്ചു. ഉഹുദിന്റെ രണാങ്കണത്തിൽ തന്നോടൊപ്പം നിന്ന സഹാബാക്കൾക്ക് വേണ്ടി നെഞ്ചുരുകി പ്രാർത്ഥിക്കാൻ ഓരോ സെക്കൻഡും റസൂലുള്ള ചെലവഴിച്ച് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ച് വീണ്ടും ലോകത്തിന്റെ റസൂലുള്ള വീട്ടിലേക്ക് മടങ്ങും. അങ്ങനെയുള്ള ഒരു ദിവസത്തിനിടയിൽ ഒരു സ്വഹാബത്ത് മരണപ്പെട്ടു. ആ സ്വഹാബത്തിന്റെ ജനാസയും വഹിച്ച് റസൂലുള്ളാഹിയും സഹാബാക്കളും ജന്നത്തുൽ ബഖീഇലേക്ക് പുറപ്പെട്ടു. ജന്നത്തുൽ ബഖീഇലേക്ക് ചെന്നു. ആ ജന്നത്തുൽ ബഖീഇലേക്ക് സഹാബത്തിനെ മറമാടി അതിലേക്ക് മണ്ണെടുത്തിട്ടു. അദ്ദേഹത്തെ മറമാടിയതിനു ശേഷം റസൂലുള്ള അതിന്റെ മുകളിലിരുന്ന് കബറിന്റെ മുകളിലേക്ക് ഒരു ചെറിയ ഈത്തപ്പന തണ്ടുകൊണ്ട് കുത്താൻ തുടങ്ങി. ഒടിഞ്ഞു പോകുമാറ് ഈത്തപ്പന തണ്ടുകൾ ആ കബറിലേക്ക് കുത്തിത്താഴ്ത്തുന്നതിനിടയിൽ നിറക്കണ്ണുകളോടെ എഴുന്നേറ്റ് ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തി, ഇത്തഖൂ അദാബൽ ഖബർ, എന്റെ സഹാബത്തെ, കബറിലെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണം കേട്ടോ, ആ കബറിലെ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അതും പറഞ്ഞ് തിരിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ട റസൂലുള്ള രണ്ടടി നടക്കുന്നതിനിടയിൽ രണ്ട് കൈകൊണ്ടും തല പൊത്തിപ്പിടിച്ച് നിലത്തേക്കിരുന്നു. സഹാബത്ത് ചുറ്റും കൂടി. ഓരോരുത്തരും ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ നിങ്ങൾക്ക് ബാധിച്ചത്? എന്തു പറ്റി റസൂലേ? രണ്ട് കൈകളും നെറ്റിയിലേക്ക് ചേർത്ത് പിടിച്ചപ്പോ സഹാബത്ത് റസൂലുള്ളാന്റെ നെറ്റിയിൽ കൈവച്ചു നോക്കി. കൈ പൊള്ളിപ്പോകുമാറ് അദ്ദേഹത്തിന്റെ നെറ്റിഭാഗത്ത് ചൂടനുഭവപ്പെട്ടു. തലവേദന സഹിക്കാൻ പറ്റാതെ തന്റെ മുതുക്കത്തുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ട് റസൂലുള്ള നെറ്റിയിൽ വരിഞ്ഞുകെട്ടി അസ്വസ്ഥനായി വീട്ടിലേക്ക് മടങ്ങി. അന്ന് ലോകത്തിന്റെ റസൂലുള്ളാഹ്ക്ക് നിശ്ചയിക്കപ്പെട്ട വീട് ഭാര്യ ഹഫ്സ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിലേക്കായിരുന്നു. എങ്ങനെയൊക്കെയോ പ്രയാസപ്പെട്ട് ഹഫ്സ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്തിച്ചു. തന്റെ പിന്നാലെ വരുന്ന സഹാബാക്കളോട് തലപ്പൊത്തിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ള ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, എന്റെ സഹാബാക്കളെ, നിങ്ങൾ രണ്ടാൾ അനുഭവിക്കുന്ന വേദന അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് സഹാബാക്കളെ. എനിക്ക് വേദന സഹിക്കാൻ സാധിക്കുന്നില്ല സഹാബാക്കളെ. ഹഫ്സ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹിയെ ഏൽപ്പിച്ച് സഹാബത്ത് മാറി നിന്നു. പിറ്റേന്ന് നേരം വെളുത്തു. റസൂലുള്ളാഹിക്ക് രോഗം ബാധിച്ചു എന്നറിഞ്ഞപ്പോ നാനാഭാഗത്തു നിന്നും ആളുകൾ മക്കയിലേക്ക്, മദീനത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. അവര് പള്ളിയിൽ പോലും കയറാതെ റസൂലുള്ളാന്റെ വീട്ടിന്റെ മുൻപിൽ തമ്പടിക്കാൻ തുടങ്ങി. ആ സമയത്ത് മഴക്കത്തിൽ നിന്നും എഴുന്നേറ്റ് സുബ്ഹ് നമസ്കാരം നിർവഹിച്ച് ചുറ്റുഭാഗം കൂടി നിൽക്കുന്ന സ്വഹാബത്തിനോടും ഭാര്യയോടും ലോകത്തിന്റെ റസൂല് ചോദിച്ച ചോദ്യം, ഐന ഗദൻ, ഞാൻ നാളെ എവിടെയാ? ഞാൻ ഈ ദിവസം എവിടെയാ? ഏത് ഭാര്യക്കാ ഈ ദിവസം നിശ്ചയിക്കപ്പെട്ടത്? മരണത്തിന്റെ കിടക്കയിൽ പോലും നീതി നിർവഹിക്കുന്ന ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹ് ഓരോ ദിവസവും നിശ്ചയിക്കപ്പെട്ട ഭാര്യമാർക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഞാൻ ആരുടെ ഭാര്യ, ഏത് ഭാര്യയുടെ വീട്ടിലാണ് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോ മുഴുവൻ ഭാര്യമാർക്കും എല്ലാവർക്കും മനസ്സിലായി ലോകത്തിന്റെ റസൂലുള്ളാഹിക്ക് ഏറെ ആശ്വാസം കിട്ടുകയും അദ്ദേഹം ആഗ്രഹിക്കുന്നതും ഇളയ ഭാര്യ
ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിലാണ്. എല്ലാവരും സമ്മതം കൊടുത്തു. 2 സ്വഹാബത്ത് റസൂലുള്ളാഹിയെ കൈപിടിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹിയെ കൊണ്ട് ചേൽപ്പിച്ചു. മരിക്കുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുൻപ്, ലോകത്തിന്റെ റസൂലുള്ളാന്റെ ജീവിതത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച, നേരം വെളുത്തു. രോഗം കഠിനമാകാൻ തുടങ്ങി. തന്റെ തലഭാഗം വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത റസൂലുള്ളാഹ് എങ്ങനെയൊക്കെയോ ജമാഅത്തിന് കൃത്യമായി പള്ളിയിലേക്കെത്തും. അങ്ങനെ ജമാഅത്തിനെത്തിയ വ്യാഴാഴ്ച ദിവസത്തിലെ ളുഹ്റിനോടടുത്ത സമയം സ്വഹാബാക്കളോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് എത്തി എന്നറിഞ്ഞപ്പോ സഹാബത്ത് പള്ളിയിലേക്ക് ഇരച്ചു കയറി. പള്ളിയിലേക്ക് കയറിയ റസൂൽ 2 റക്അത്ത് നമസ്കരിച്ച് മിമ്പറിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. തളർച്ച കൊണ്ട് സാധിച്ചില്ല. 1ാമത്തെ പടിയിലേക്കിരുന്നു. റസൂലുള്ള ആ മിമ്പറിന്റെ പടിയിലിരുന്നപ്പോ സഹാബാക്കൾ മുന്നോട്ടിരിക്കാൻ തുടങ്ങി. ഓരോരുത്തരും വളരെ ആവേശത്തോടെ റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ തന്റെ സ്വഹാബത്തിന് അന്ത്യോപദേശം, അവസാനത്തെ വസിയത്ത് ലോകത്തിന്റെ റസൂല് കൊടുക്കാൻ തുടങ്ങി. തന്റെ മുൻപിലിരിക്കുന്ന സ്വഹാബത്തിന്റെ നേരെ നോക്കി ദേഷ്യത്തോടെ, പരുക്കൻ ശബ്ദത്തിൽ, എന്നാൽ ഉയരാത്ത ശബ്ദത്തിൽ റസൂലുള്ള ആദ്യമായി ഓർമ്മപ്പെടുത്തിയത് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലഅനത്തുല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു, അലൽ യഹൂദി വന്നസ്വാറ, ജൂതന്മാരെയും ക്രൈസ്തവന്മാരെയും നസാറാക്കളെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. എന്തേ അല്ലാഹ് ശപിക്കാനുള്ള കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അമ്പിയാക്കളുടെ കബറുകൾ കെട്ടിപ്പൊക്കുകയും ആ കബറുകളെ ആരാധനാലയങ്ങളാക്കുകയും മരിച്ചുപോയ കബറാളികളോട് ആശകളും പ്രതീക്ഷകളും അർപ്പിച്ചുകൊണ്ട് കബറിനെ പൂജിച്ച് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ലഅനത്തുല്ലാഹ്, ലഅനത്തുല്ലാഹ്, അല്ലാഹ് അവരെ ശപിച്ചിരിക്കുന്നു സഹാബത്തെ. എന്നിട്ട് സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തി, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അതുകൊണ്ട് സഹാബാക്കളെ, ലാ തജ്അൽ ഖബരി, എന്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന സ്ഥലമാക്കരുത്. എന്റെ കബറിനെ ആഘോഷിക്കപ്പെടുന്ന സ്ഥലമാക്കി മാറ്റരുത്. എന്റെ കബറിനെ ജൂത ക്രൈസ്തവന്മാര് കാണിച്ചതുപോലെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന സ്ഥലമാക്കി മാറ്റരുത്. എന്നിട്ടും മതിവരാത്ത റസൂൽ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ, എന്റെ റബ്ബേ, ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ കബറിനെ ആഘോഷിക്കുന്ന സ്ഥലമാക്കി മാറ്റരുത് റബ്ബേ. എന്റെ കബറിനെ ആഘോഷ സ്ഥലങ്ങളാക്കി മാറ്റരുത് റബ്ബേ. മിമ്പറിൽ നിന്ന് നിലത്തേക്കിറങ്ങി ളുഹ്ർ നമസ്കാരം നിർവഹിച്ചു. വീണ്ടും മതിവരാത്ത റസൂൽ വീണ്ടും മിമ്പറിലേക്ക് കയറി. മിമ്പറിൽ കയറിയിരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേൾക്കാൻ വേണ്ടി സഹാബാക്കൾ മുൻഭാഗത്തിരുന്നു. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഹുബ്ബുൽ അൻസാരി വൽ മുഹാജിരി, മുഹാജിരീങ്ങളെ സ്നേഹിക്കാനും അൻസാറുകളെ സ്നേഹിക്കാനും അവരെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും ഇസ്ലാമിന് അവരുടെ തണലിലുണ്ടായ വളർച്ചയെപ്പറ്റിയും അവരെ മാതൃകയാക്കുന്നതിനെപ്പറ്റിയും നിരന്തരം സഹാബാക്കളെ ഓർമ്മപ്പെടുത്തി. മക്കയുടെ മണലാരണ്യത്തിൽ ശത്രുക്കളുടെ കൊടിയ പീഡനങ്ങൾ സഹിച്ച് മലത്തിക്കടർത്തി നെഞ്ചത്തു വലിയ പാലക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകളെ കൊണ്ടടിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിൽ അവിശ്വസിക്കാതെ മരത്തിൽ പിടിച്ചു കെട്ടിയിട്ട് വസ്ത്രങ്ങളയച്ച് ചുട്ടുപഴിപ്പിച്ച ഇരുമ്പ് കമ്പികൾ ശരീരത്തിന്റെ മുഖ്യഭാഗത്ത് കുത്തിക്കയറ്റിയപ്പോ കുത്തുന്ന ശത്രുവിന്റെ മുഖത്തേക്ക് നോക്കി അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ച് അവസാനം ലോകത്തിന്റെ റസൂലുള്ളാന്റെ കൂടെ സ്വദേശം വെടിഞ്ഞ് അല്ലാഹുവിന്റെ മതത്തെ സംരക്ഷിക്കാൻ മദീനത്തേക്ക് ഹിജ്റ പോയ മുഹാജിരിങ്ങളെപ്പറ്റി, ആ മുഹാജിരിങ്ങളെ സ്നേഹിക്കണം സഹാബത്തെ, അവരെ വെറുക്കരുതേ എന്നും അവരെ മോശക്കാരായി കാണരുതേ എന്നും ആവർത്തിച്ചാവർത്തിച്ച് റസൂലുള്ള ഓർമ്മപ്പെടുത്തി. വീണ്ടും അൻസാറുകളെപ്പറ്റി, തന്റെ പ്രദേശത്തേക്ക് വന്ന മുഹാജിരീങ്ങളെ വീടുള്ളവൻ ആ വീട് പകുതിയാക്കി മറ്റുള്ളവർക്ക് കയറി വന്ന മുഹാജിരീങ്ങൾക്ക് കൊടുത്തവൻ, തന്റെ തോട്ടത്തിനെ പകുതിയാക്കി കയറി വന്ന മുഹാജിരീങ്ങൾക്ക് കൊടുത്തവൻ, സ്വന്തം ജീവനേക്കാളേറെ റസൂലുള്ളാന്റെ കൂടെ വന്ന പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി നാടും വീടും കൂടും ഒരുക്കിക്കൊടുത്ത അൻസാറുകളെ, മദീനക്കാ നിവാസികളെ നിങ്ങൾ സ്നേഹിക്കണമേ എന്നാവർത്തിച്ചാവർത്തിച്ചു പഠിപ്പിച്ച ലോകത്തിന്റെ റസൂൽ അതോർമ്മപ്പെടുത്തിയതിനു ശേഷം തലഭാഗം കുനിക്കാൻ തുടങ്ങി. സഹാബത്ത് അത്ഭുതപ്പെട്ടു. അൽബീലത്തു അലാ ളുഹ്രിഹി, തല കുനിച്ചു പിടിച്ച്
തന്റെ പെരടിയുടെ വെളുവെളുത്ത ഭാഗം സ്വഹാബക്കൾക്ക് കാണുമാറ് റസൂലുള്ള തലകുനിച്ചു പിടിച്ചു. അത്ഭുതപ്പെട്ടു നിൽക്കുന്ന സ്വഹാബത്തിനോട് ആവർത്തിച്ചു റസൂലുള്ള ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹ സ്വഹാബ, യാ അയ്യുഹന്നാസ്, എന്റെ ജനങ്ങളെ, എന്റെ സമൂഹമേ, മൻ കുൻത ജനബത്തുലഹു വഹ്റൻ, നിങ്ങൾക്കാർക്കെങ്കിലും ഈ മുഹമ്മദിന്റെ വാക്കോ മുഹമ്മദിന്റെ പ്രവൃത്തിയോ കാരണം മുതുക്കത്തൊരു വേദന പറ്റിയിട്ടുണ്ടെങ്കിൽ, ദേഹം വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഫഹാദാ വഹ്രി, എന്റെ മുതുകിതാ, ഫൽയസ്തഖ്ദ് മിൻഹു, ആർക്കും വന്ന് തിരിച്ചടിക്കാം, ആർക്കും എന്നെ വേദനിപ്പിക്കാം. രണ്ട് കൈയും റസൂലുള്ളാഹി നിവർത്തിപ്പിടിച്ചു. മൻ കുൻത ശതംതുലഹു ഇർലൻ, നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ വാക്ക്, എന്റെ നാവ്, എന്റെ ഒരു പെരുമാറ്റം നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഫഹാദാ ഇർലി, എന്റെ അഭിമാനമിതാ, ഫൽയസ്തഖ്ദ് മിൻഹു, ആർക്കും വന്ന് തിരിച്ച് പ്രതികാരം ചെയ്യാം. ലോകത്തിന്റെ റസൂലുള്ളത് പറയുമ്പോ മുൻഭാഗത്തിരിക്കുന്ന സഹാബാക്കളിൽ പലരും നെഞ്ചുരുകി കരയുകയായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളെ ആവർത്തിച്ച് പഠിക്കേണ്ട വചനമാണത്. നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ മനസ്സിൽ പക കൊണ്ട് നടക്കുകയും പരസ്പരം തെറ്റി നടക്കുകയും അലോഗ്യത്തിലാവുകയും മരണം വരെ അലോഗ്യം വെച്ചുകൊണ്ട് നടക്കുകയും അവസാനം ലോകത്തോട് വിട പറഞ്ഞ് 6 അടി മണ്ണിലേക്ക് കൊണ്ടുവെക്കുന്നതിന് മുൻപ് പള്ളിയുടെ മുൻഭാഗത്ത് കൊണ്ടുവച്ച വാപ്പാന്റെ മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു ഫോൺ കയ്യിലെടുത്ത് മക്കൾ ചോദിക്കേണ്ട ഗതികേട് വന്നില്ലേ? എന്റെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ട്, വാപ്പാന്റെ പരലോകം വിചാരിച്ച് വാപ്പക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ എന്ന് മക്കളെ കൊണ്ട് ചോദിക്കേണ്ട സമയം വരെ തോൽക്കാൻ മടി കാണിക്കുന്ന മുസ്ലിമീങ്ങളെ, തമ്മിൽ തെറ്റലും അലോഗ്യത്തിലാവലും മുഖത്തോട് മുഖം നോക്കാതിരിക്കലും സലാം പറയാതിരിക്കലും പറഞ്ഞ സലാം മടക്കാതിരിക്കലും ക്ഷണിക്കാതിരിക്കലും ക്ഷണം സ്വീകരിക്കാതിരിക്കലും അവനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടില്ലെന്ന് വാശി പിടിക്കലും എന്റെ മനസ്സെന്നത് പോയിട്ടില്ലെന്ന് പറയലും അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മുസ്ലിമീങ്ങളെ, ലോകത്തിന്റെ ആചാര്യൻ, അന്ത്യപ്രവാചകൻ, ഒരു മനുഷ്യന്റെ മുൻപിലും തലകുനിക്കാത്ത, കുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത റസൂലുള്ള, നാവ് കൊണ്ടുപോലും നോട്ടം കൊണ്ടുപോലും ഒരാളെ മനസ്സ് വേദനിപ്പിക്കാത്ത റസൂലുള്ള ആ സെക്കൻഡിൽ പറയാനുള്ള കാരണം എന്താ? വീണ്ടും സഹാബത്ത് ഓർമ്മപ്പെടുത്തി, പാരത്രിക ലോകത്ത് അള്ളാന്റെ മഹ്ശറയിൽ ഓരോരുത്തരെയും അള്ള ഒരുമിച്ച് കൂട്ടുമ്പോ ഏതെങ്കിലും മറ്റൊരാളെ പറ്റിയുള്ള അസ്വസ്ഥത ഹൃദയത്തിലുണ്ടെങ്കിൽ, നിങ്ങളിൽ ആരോടെങ്കിലും ഞാൻ ചെയ്തു പോയൊരു കുറ്റത്തിന്റെ കാരണമായി നിങ്ങളുടെ ഹൃദയത്തിൽ എന്നോടുള്ളൊരു അലോഗ്യമുണ്ടെങ്കിൽ അള്ള അവനോട് സൂചിപ്പിക്കും, നീയും ആ അടിമയും തമ്മിലുള്ള ലോഗ്യം, നീരസം അത് തീർത്തിട്ടുവാ, എന്നിട്ടേ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കൂ. എന്നാൽ പരലോകത്തത് തീർക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇവിടെ അത് തീർക്കണേ സഹാബത്തെ, പരലോകത്തേക്ക് നീട്ടിവെക്കരുത്. മുഹമ്മദിന്റെ വാക്ക് കാരണം ഞങ്ങളുടെ ഹൃദയം നൊന്തു എന്ന് പറയല്ലേ സഹാബത്തെ എന്ന് ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തി. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക്, റസൂലുള്ളാന്റെ മുഖത്ത് അങ്ങേയറ്റം തെളിഞ്ഞ പുഞ്ചിരി. ആ പുഞ്ചിരിക്കിടയിൽ മുൻഭാഗത്തിരിക്കുന്ന സഹാബാക്കളോട് ഒരൽപ്പം പുഞ്ചിരിയോടെ റസൂൽ ഓർമ്മപ്പെടുത്തി, അള്ളാഹു അവന്റെ ഒരടിമക്ക് സ്വർഗത്തിലെ സുഖവും ദുനിയാവിലെ സുഖങ്ങളും കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ ആ അടിമയോട് അള്ളാഹ് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ആ അടിമയതാ പരലോകത്തെ സുഖം, സ്വർഗീയ സുഖം അത് തെരഞ്ഞെടുത്തിരിക്കുന്നു. റസൂലുള്ള അത് പറഞ്ഞു തീരേണ്ട സെക്കൻഡിൽ ആ സദസ്സിൽ നിന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് നിറക്കണ്ണുകളോടെ റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, ഫദൈലാക ബിആബായിന വ ഉമ്മഹാത്തിനാ യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് പകരം ഞാൻ എന്റെ വാപ്പയെ കൊടുക്കാം, നിങ്ങൾക്ക് പകരം ഞാൻ എന്റെ ഉമ്മയെ കൊടുക്കാം റസൂലേ. റസൂലുള്ളാഹ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ആ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രമാ. ആ സ്വർഗം തെരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ബോധ്യപ്പെട്ടതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് മാത്രമാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അള്ളാഹുവിന്റെ റസൂലുള്ള ആശ്വസിപ്പിച്ചു, അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. അവർ ആ ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. മരിക്കുന്നതിന്റെ 4 ദിവസങ്ങൾക്ക് മുൻപ് വെള്ളിയാഴ്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം പള്ളിയിലേക്ക് സഹാബാക്കൾ ഇരച്ചെത്തി. റസൂലുള്ള മിമ്പറിലേക്ക് കയറി. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ബിലാൽ ഇബ്നു റബാഹ മിഹ്റാബിൽ കയറി നിന്ന് ബാങ്ക് കൊടുത്തു. റസൂലുള്ള ഖുതുബ ആരംഭിച്ചു. ആ ഖുതുബത്തുൽ വദാഇൽ റസൂലുള്ള ആവർത്തിച്ചോർമ്മപ്പെടുത്തി,
മനുഷ്യന്റെ അഭിമാനത്തിന്റെ വില, മനുഷ്യന്റെ രക്തത്തിന്റെ വില, ഇസ്ലാമിന്റെ മഹത്വം, ഏകദൈവ ആരാധനയിൽ അടിയുറച്ചു നിൽക്കുന്ന സമുദായത്തിന് അള്ളാഹു നൽകുന്ന സഹായത്തിന്റെ ആ സഹായം അനുഭവിച്ച സഹാബാക്കളുടെ, ആ സഹാബാക്കൾ അംഗീകരിച്ച തൃപ്തിയുടെ മതമായ ആ ഇസ്ലാമിന്റെ മഹത്വം ആവർത്തിച്ചാവർത്തിച്ച് റസൂൽ ഓർമ്മപ്പെടുത്തി കൊടുത്തു. ഖുതുബ നിർവഹിച്ചു, സലാം വീട്ടി. ഖുതുബയ്ക്ക് ശേഷം റസൂലുള്ള വീട്ടിലേക്ക് മടങ്ങി. മഗ്രിബിനോടടുത്തു. കൃത്യമായി റസൂലുള്ള ജമാഅത്തിലെത്തും. ആ മഗ്രിബിന്റെ സമയം, മഗ്രിബ് നമസ്കരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ കൂടെ മദീനത്തെ പള്ളിയിലേക്കെത്തി. റസൂലുള്ള പള്ളിയിലേക്ക് കയറി മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. ആ നമസ്കാരത്തിൽ ലോകത്തിന്റെ റസൂലുള്ള പാരായണം നടത്തിയത് വൽ മുർസലാത്തി ഉർഫ എന്ന സുദീർഘമായ സൂറത്തായിരുന്നു. ആ സൂറത്തുകളിലാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു തആല ഒരുക്കിയിട്ടുള്ള ആതിഥ്യത്തെക്കുറിച്ചും ആ പാരത്രിക ലോകത്ത് അവരെ ആദരിക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ചും അവരനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചും അവർക്ക് അള്ളാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകൾ. ആ വചനങ്ങൾ ഓരോന്നും നെഞ്ചിൽ തട്ടുമാറ്, സഹാബാക്കൾ പൊട്ടിക്കരയുമാറ് ലോകത്തിന്റെ റസൂലുള്ള പാരായണം നടത്തി. ആ മുർസലാത്തി ഉറുഫ എന്ന സുദീർഘമായ സൂറത്തോതി മഗ്രിബ് നമസ്കാരം നിർവഹിച്ചു. സലാം വീട്ടി തിരിച്ചദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. ഇശാഇനോടടുത്ത സമയം. ഇശാ നമസ്കരിക്കാൻ വേണ്ടി സ്വഹാബത്ത് റസൂലുള്ളായെ കാത്തിരിക്കാൻ തുടങ്ങി. ബാങ്ക് കൊടുത്തു. റസൂലുള്ള ഇരിപ്പിടത്തിൽ നിന്നും കിടപ്പിൽ നിന്നും എഴുന്നേൽക്കുന്നില്ല. സ്വഹാബാക്കൾ വീട്ടിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും തിങ്ങി നിൽക്കാൻ തുടങ്ങി. ഓരോരുത്തരും ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് രോഗവിവരം അന്വേഷിച്ചു തുടങ്ങി. ആ സമയത്താണ് മയക്കത്തിൽ നിന്നും ആ ക്ഷീണത്തിൽ നിന്നും ഞെട്ടിയുണർന്ന റസൂലുള്ള നമസ്കാരത്തിനു വേണ്ടി വലത്തെ കൈ നിലത്തൊന്ന് ഊന്നി ഒന്നാഞ്ഞെഴുന്നേൽക്കാൻ നോക്കി. വേദന കാരണം, രോഗത്തിന്റെ കാഠിന്യം കാരണം വലതുഭാഗത്തേക്ക് റസൂലുള്ള കുഴഞ്ഞു വീണു. ബോധം തെളിഞ്ഞു. സഹാബത്ത് വെള്ളം തെളിച്ചു ബോധം തെളിഞ്ഞ റസൂലുള്ള ഉടനെ തന്നെ അടുത്തു നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, അസ്വല്ലന്നാസ് യാ ആയിഷ, ആയിഷ ജനങ്ങൾ നമസ്കരിച്ചോ? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി, ഇല്ല റസൂലേ, വഹും യന്തളിറൂനക, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീണ്ടും തന്റെ വലത്തെ കൈഭാഗം നിലത്തെ ഈത്തപ്പന ഓലയിലൊന്നൂന്നി ലോകത്തിന്റെ റസൂലും എഴുന്നേൽക്കാൻ നോക്കി. വീണ്ടും ബോധം കെട്ടുവീണു. സഹാബത്ത് വെള്ളം തെളിച്ചു. ബോധം തെളിഞ്ഞ റസൂൽ മടിയിൽ കിടക്ക് അടുത്ത് നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അസ്വല്ലന്നാസ് യാ ആയിഷ, ആയിഷ ജനങ്ങൾ നമസ്കരിച്ചോ? ആയിഷ, ഇല്ല റസൂലേ, വഹും യന്തളിറൂനക, അവര് താങ്കളെ കാത്തിരിക്കുകയാണ്. വീണ്ടും വലത്തെ കൈ നിലത്തൂന്നി റസൂലുള്ള മൂന്നാമത്തെ തവണയും എഴുന്നേൽക്കാൻ നോക്കി. ബോധം കെട്ടുവീണു. വെള്ളം തെളിച്ചു. ബോധം തെളിഞ്ഞ റസൂൽ ഒരൽപ്പം പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു, അസ്വല്ലന്നാസ് യാ ആയിഷ, ആയിഷ ജനങ്ങൾ നമസ്കരിച്ചോ? ആയിഷ, ഇല്ല നബിയേ, വഹും യന്തളിറൂനക, അവര് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആ സെക്കൻഡിൽ ലോകത്തിന്റെ റസൂലുള്ള ആയിഷ റളിയല്ലാഹു അൻഹയോട് കൽപ്പിച്ചു, മുർറു അബൂബക്കർ അയ്യുസല്ലി ബിന്നാസ്, ആയിഷ അബൂബക്കറിനോട് പറ, അവർക്ക് ഇമാമായിട്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ആയിഷ കേട്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അബി അബൂബക്കർ, എന്റെ വാപ്പ അബൂബക്കർ എങ്ങാനും ഇമാമത്ത് നിന്നാൽ പിന്നിലുള്ള ആളുകൾ കരച്ചിലല്ലാതെ മറ്റൊന്നും കേൾക്കില്ല നബിയെ എന്നൊക്കെ ലോകത്തിന്റെ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട അബൂബക്കർ നമസ്കാരത്തിനാവട്ടെ ഖുർആനിനാവട്ടെ അദ്ദേഹം പാരായണം നടത്തിയിട്ടുണ്ടോ? അന്നൊക്കെ അദ്ദേഹം അത് മുഴുമിപ്പിക്കാൻ സാധിക്കാതെ കരച്ചിലോടെയാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വേണ്ട റസൂലേ, ഇന്ന അബി അബൂബക്കർ, എന്റെ വാപ്പ അബൂബക്കറിനെ ഇമാമത്താക്കല്ലേ. ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും ശക്തിയായി പറഞ്ഞു, മുർറു അബൂബക്കർ അയ്യുസല്ലി ബിന്നാസ്, പറ ആയിഷ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ, എന്നെക്കൊണ്ട് അങ്ങനെ റസൂലുള്ള ജീവിച്ചിരിക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമുദായത്തിന് നേതൃത്വം കൊടുത്തു. മരിക്കുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിലെ അവസാനത്തെ ശനിയാഴ്ച ദിവസം നേരം വെളുത്തു. സൂര്യൻ അതിന്റെ ചൂട് കാണിക്കാൻ തുടങ്ങി. നേരം വെളുത്ത സെക്കൻഡിൽ ലോകത്തിന്റെ റസൂലുള്ള തന്റെ സ്വഹാബാക്കളോട് പള്ളിയിലേക്കെത്താനുള്ള ആവശ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. റസൂലുള്ളാന്റെ പള്ളിയിലേക്കൊന്ന് എത്തണമെന്നും മസ്ജിദുൻ നബവിയിലൊന്ന് കയറണമെന്നും അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും റസൂലുള്ളാന്റെ വീട്ടിലേക്ക് റൂമിലേക്ക് കയറി ചെന്നു. എടുത്താൽ സങ്കടപ്പെടുന്ന ക്ഷീണിച്ച റസൂലുള്ളാന്റെ രണ്ട് കൈകളെടുത്ത് രണ്ടുപേരും തോളത്തേക്കിട്ടു. അത്രമാത്രം ക്ഷീണിച്ചു പോയ റസൂലുള്ളാക്ക് കാലിന്റെ ഒരടി നിലത്ത് വെക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിലത്തുറയ്ക്കാത്ത കാല് രണ്ട് തോളിലും സ്വന്തം റസൂലുള്ളാന്റെ കൈകളിട്ട് വലിച്ചയച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ ആ മണലാരണ്യത്തിലൂടെ ലോകത്തിന്റെ റസൂലുള്ളാന്റെ കാലുകൾ വലിച്ചയച്ചു കൊണ്ടുപോയ ചാല് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ഈ ചരിത്രത്തെപ്പറ്റി ഗ്രന്ഥങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കഅബ് ഇബ്നു മാലിക്കിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കയറി അള്ളാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിലേക്കെത്തി. റസൂലുള്ള പള്ളിയിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അള്ളാഹുവിന്റെ തിരുദൂതന്റെ പ്രിയപ്പെട്ട സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൽപ്പം പിന്നോട്ട് മാറാൻ ശ്രമിച്ചു. പക്ഷേ അല്പം ശബ്ദമുയർത്തി അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുപോയ സഹാബാക്കളോട് പറഞ്ഞു, എന്നെ നിങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ ഇടതുഭാഗത്ത് കൊണ്ടെത്തിരുത്തുക. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടത്തെ ഭാഗത്ത് അള്ളാഹുവിന്റെ റസൂലിനെ ആ സ്വഹാബത്ത് കൊണ്ടെത്തിരുത്തി. നേർത്ത ശബ്ദത്തിൽ ആ നമസ്കാരത്തിന് ലോകത്തിന്റെ റസൂലുള്ള നേതൃത്വം കൊടുത്തു. പിന്നിലുള്ള സഹാബത്ത് റസൂലുള്ളാന്റെ നാവിൽ നിന്നും വരുന്ന പദങ്ങൾ കേൾക്കാൻ സാധിക്കാതെ അത്രമാത്രം ക്ഷീണിച്ചു പോയ റസൂലുള്ളാന്റെ വാക്കുകൾക്ക് വേണ്ടി ചെവി കൂർപ്പിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ആ നമസ്കാരം നിർവഹിച്ചു. മസ്ജിദുൻ നബവിയോട് അള്ളാഹുവിന്റെ റസൂൽ വിട പറയാൻ തുടങ്ങി. വീണ്ടും കഅബ് ഇബ്നു മാലിക്കിന്റെയും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും തോളിൽ കയറി തിരിച്ചു പോകുന്ന റസൂലുള്ള മതിവരാത്ത രൂപത്തിൽ തന്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട മദീനയിലെ ആശ്വാസമായിരുന്ന മസ്ജിദുൻ നബവിയുടെ നേരെ തിരിഞ്ഞു നോക്കി നിറക്കണ്ണുകളോടെ മടങ്ങുന്ന കാഴ്ച കണ്ട സഹാബാക്കൾ പലരും മദീനത്തെ പള്ളിയിൽ മുഖം പൊത്തി കരയുകയായിരുന്നു എന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മദീനത്തെ മസ്ജിദുൻ നബവിയോട് വിട പറഞ്ഞ് ലോകത്തിന്റെ റസൂലുള്ള തന്റെ വീട്ടിലേക്കെത്തി. മരിക്കുന്നതിന്റെ തലേ ദിവസം ഞായറാഴ്ച നേരം വെളുത്തു, ചൂട് കഠിനമാകാൻ തുടങ്ങി. ആ ദിവസത്തിനെന്തോ ഒരു പ്രത്യേകത പോലെ അള്ളാഹുവിന്റെ തിരുദൂതൻ തന്റെ വീട്ടിന്റെ വിരിപ്പൊന്നു മാറ്റി മദീനത്തെ പള്ളിയിലേക്ക് നോക്കി സുബ്ഹ് നമസ്കാരം ഒന്ന് കാണാൻ വേണ്ടി. ആ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തബസ്സമ വൽഹക, മുഖം മറ്റുള്ള സഹാബാക്കൾക്ക് കാണുമാറ് അന്നുവരെ കാണാത്ത രൂപത്തിൽ അദ്ദേഹം ഒന്ന് അമർത്തി ചുംബിച്ചു. എന്തേ കാരണം? ഒരു കാലഘട്ടത്തിൽ മക്കയിലെ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിച്ചതുകൊണ്ടാവാം അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പുഞ്ചിരിച്ചത് എന്ന് പിന്നീട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. ലോകത്തിന്റെ റസൂൽ ആ ആദർശവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോ ആദ്യ കാലഘട്ടത്തിലെ അനുഭവം 3 അക്ഷരങ്ങൾക്ക് വേണ്ടി കള്ളുകുടിക്കണം, പെണ്ണുപിടിക്കണം, പരസ്പരം യുദ്ധം നടത്തണം എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ജീവിച്ച മക്കയിലെ ജനത ഒരു ദിവസം മറ്റൊരാളെ വ്യഭിചരിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചിരുന്ന ജനത, സ്വന്തം പെൺമക്കളെ വ്യഭിചരിക്കാനും ആ പെൺമക്കൾക്ക് മക്കളെ ഉണ്ടാക്കാനും ഒരു മടിയും കാണിക്കാത്ത ജനത, ഒരൊട്ടകത്തിന്റെ വേലി ഇപ്പുറത്തുള്ള ഇല തിന്നതിന്റെ പേരിൽ വർഷങ്ങളോളം കൊന്നൊടുക്കി പരസ്പരം യുദ്ധം നടത്തിയിരുന്ന ജനത, കൊന്നൊടുക്കപ്പെട്ട അവരന്റെ സഹോദരന്റെ മാംസത്തിൽ നിന്നും അരിഞ്ഞെടുക്ക കൈകാലുകൾ മരത്തിൽ കെട്ടിത്തൂക്കി കൊന്നൊടുക്കലിന്റെ വലുപ്പത്തരം പറഞ്ഞിരുന്ന ജനത, പകലന്തിയോളം കള്ളുകുടിച്ച് മതോന്മത്തരായി കടത്തിണ്ണകളിലും വെട്ടിയിട്ട ഈത്തപ്പന തടികളെപ്പോലെ മക്കയിലെ തെരുവോരങ്ങളിൽ മദ്യങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ജനത, ഒരു കള്ളിന്റെ തുള്ളി ഭൂമിയിലേക്ക് ഉറ്റിയപ്പോ ആ ഉറ്റിയ ഭാഗത്ത് വട്ടം വരച്ച് എന്തുകൊണ്ട് റബ്ബേ ഞങ്ങൾ നീ കള്ളായി അതല്ലെങ്കിൽ ഈ ഭൂമിയായി പടച്ചില്ല എന്ന് പൊട്ടിക്കരഞ്ഞിരുന്ന ജനത, കള്ളിന്റെ വീപ്പയിൽ ഒരു ഈച്ച വീണ് ചത്തപ്പോ ആ ഈച്ചയെ പുറത്തേക്കെടുത്ത് മനുഷ്യനെ മറമാടുന്നത് പോലെ പവിത്രത കൽപ്പിച്ച് കള്ളുകുടിച്ച് മരിച്ച ഈച്ച ഈച്ച എന്നാർത്തു വിളിച്ചിരുന്ന ജനത, ആ ജനതയാണ് തോളൊപ്പിച്ച് മടം പൊപ്പിച്ച് വലുപ്പച്ചെറുപ്പമില്ലാതെ കറുപ്പ് വെളുപ്പ് നിറവ്യത്യാസമില്ലാതെ മൂക്ക് പതിഞ്ഞവൻ നീണ്ടവനെന്ന വ്യത്യാസമില്ലാതെ അറബിക്കാട്ടറബി സംസ്കാരമില്ലാതെ ഖുറൈശ് ബനു ഖുറൈള ഗോത്ര സംസ്കാരമില്ലാതെ തോളൊപ്പിച്ച് മടം പൊപ്പിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ നമസ്കരിക്കുന്ന കാഴ്ച കണ്ടപ്പോ തബസ്സമ വൽഹക, ഒന്നും മനസ്സറിഞ്ഞ് അള്ളാന്റെ റസൂല് പുഞ്ചിരിച്ചു പോയി. ആ പുഞ്ചിരി കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചു, ഇന്നലെ വന്നതുപോലെ ഇന്നും റസൂല് പള്ളിയിലേക്ക് വരികയാണെന്ന്. തന്റെ കാല്
പിന്നിലേക്ക് എടുത്തു വെക്കാൻ തുടങ്ങിയപ്പോ കയ്യുയർത്തി റസൂലുള്ള ഓർമ്മപ്പെടുത്തി, ലാ യാ അബൂബക്കർ, വേണ്ട അബൂബക്കറെ, അത്തിമ്മു സലാത്തുക്കും, നമസ്കാരം തുടരുക, നമസ്കാരം പൂർത്തീകരിക്കുക. പിന്നീട് സലാം വീട്ടിയ സഹാബത്ത് പരസ്പരം കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പുഞ്ചിരി കണ്ടപ്പോ നമസ്കാരം പോലും ഫസാദായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയിരുന്നു. നമസ്കാരത്തിൽ നിന്ന് വിട പറഞ്ഞ് ഓടിച്ചെന്ന് റസൂലുള്ളാന്റെ മുൻപിലിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആ ചിരിയാണ് അന്നത്തെ ദിവസം ലോകത്തിന്റെ റസൂലുള്ള ചിരിച്ചത് എന്ന് സഹാബാക്കൾ ഓർമ്മപ്പെടുത്തി. അന്നത്തെ ദിവസം ഇരുട്ടോടടുക്കാൻ തുടങ്ങി. തന്റെ ഓരോ ബാധ്യതകളും റസൂലുള്ള നിറവേറ്റാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന 7 ദീനാർ എടുത്ത് പാവപ്പെട്ടവർക്ക് വീതിക്കാൻ ആളെ ഏൽപ്പിച്ചു. മറ്റൊരു ഭാഗത്തു നിന്നും ഹദിയയായി കിട്ടിയ ഒരടിമയെ മോചിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. എല്ലാ ബാധ്യതകളും റസൂൽ അവസാനിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുട്ടോടടുത്തു. ഇരുട്ട് ബാധിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ, റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളായെ പരിചരിക്കാൻ വേണ്ടി കയറി. പക്ഷേ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തി, ആയിഷ ആ പടച്ചട്ടിയെടുത്ത് അയൽപ്പക്കത്ത് ചെന്ന് വിളക്ക് കത്തിക്കാനുള്ള എണ്ണ വാങ്ങിക്കൊണ്ടുവരണം. മരണം വരെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, എന്റെ ഹബീബ് റസൂലുള്ളാഹ്ക്ക്, എന്റെ പ്രിയപ്പെട്ട എന്റെ റസൂലുള്ളാഹ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ലല്ലോ എന്ന് പലപ്പോഴും പൊട്ടിക്കരഞ്ഞ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആളെ അയച്ച് അയൽപ്പക്കത്ത് നിന്ന് എണ്ണ വാങ്ങി വിളക്ക് കത്തിച്ച് റസൂലുള്ളാഹിന്റെ അടുത്തിരുന്നു. റസൂലുള്ളാഹിയെ പരിചരിക്കാൻ തുടങ്ങി. ഓരോ സെക്കൻഡുകളും കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു, അന്നത്തെ രാത്രിയും കഴിഞ്ഞു. മരിക്കുന്ന അന്ന് തിങ്കളാഴ്ചത്തെ ദിവസം നേരം വെളുത്തു. സൂര്യൻ ഉദിച്ചു തുടങ്ങി. അതിന്റെ ചൂട് സമൂഹത്തിലാകെ വ്യാപിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിക്ക് രോഗം ബാധിച്ച് കഠിനമാണെന്നറിഞ്ഞപ്പോ പല ഭാഗത്തു നിന്നും സഹാബാക്കൾ മദീനത്തെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. വന്നവരാരും പള്ളിയിൽ കയറാതെ പള്ളിയുടെ മുൻഭാഗത്തുള്ള ഈത്തപ്പനയുടെ ചുവടുകളിലും റസൂലുള്ളാന്റെ പത്നിമാർക്ക് നിർമ്മിക്കപ്പെട്ട ഹുജറാത്തുകളുടെ അരികുകളിലും ഓരോ സെക്കൻഡും നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കാൻ തുടങ്ങി. ഓരോ സമയത്തും അവർ ചോദിച്ചു, ഉമ്മുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ നേതാവിനെങ്ങനെ? അവരാശ്വസിപ്പിച്ചു. ആശ്വാസമുണ്ട്. പക്ഷേ റസൂലുള്ളാഹിക്ക് രോഗം കഠിനമാകാൻ തുടങ്ങി. ശരീരത്തിലേക്ക് ചൂട് കഠിനമാകാൻ തുടങ്ങിയപ്പോ കണ്ടു നിൽക്കുന്ന സഹാബത്തിന് സങ്കടം സഹിക്കാൻ സാധിച്ചില്ല. ഓരോരുത്തരും 7 തോൽപാത്രം വെള്ളം കൊണ്ടുവന്നു റസൂലുള്ളാന്റെ ശരീരത്തിൽ ഒഴിച്ചു. ചൂടിന് കുറവില്ല. അള്ളാഹുവിന്റെ റസൂലിന് ബോധ്യപ്പെട്ടു, തന്റെ സമയമാകാറായി, തന്റെ സന്ദർഭം അടുക്കാറായി. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നീടതാ അള്ളാഹുവിന്റെ റസൂൽ ഓരോരുത്തരോടായി വിട ചോദിക്കാൻ തുടങ്ങി. ആദ്യം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അടുത്തേക്ക് റസൂലുള്ള കൈകാട്ടി വിളിച്ചു. ആരാ ഫാത്തിമ റളിയല്ലാഹു അൻഹ? കിതാഅത്തു കബദ്, കരളിന്റെ കഷണം മകൾ ഫാത്തിമ. ജീവിതത്തിൽ ലോകത്തിന്റെ റസൂലുള്ളായെ ആൺമക്കളില്ലാത്തതിന്റെ സങ്കടമറിയിക്കാത്ത ഇളയ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അലി ഇബ്നു അബീ ത്വാലിബിന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ പോലും ലോകത്തിന്റെ റസൂലുള്ള നിറക്കണ്ണുകളോടെ യാത്രയാക്കിയ ഫാത്തിമ അടുത്തേക്ക് വിളിച്ചു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ള ഒന്ന് കെട്ടിപ്പിടിച്ചു. ഉറുമ്പടക്കം നെഞ്ചടക്കം കെട്ടിപ്പിടിച്ചു. മാറി നിന്നു. മാറി നിൽക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ട റസൂൽ വീണ്ടും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അടുത്തേക്ക് വിളിച്ചു. വീണ്ടും നെഞ്ചടക്കം കെട്ടിപ്പിടിച്ചു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പിന്നീട് മരണത്തിന് ശേഷം ആളുകൾ ചോദിച്ചു, മോളെ ഫാത്തിമ, എന്തായിരുന്നു ആദ്യം നിന്റെ വാപ്പ നിന്നോട് പറഞ്ഞത്? ആ മകളുടെ മറുപടി, ആദ്യം വാപ്പ എന്നെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോളെ ഫാത്തിമ, കിതാഅത്ത് കബദ്, കരളിന്റെ കഷണം മോളെ ഫാത്തിമ, നിനക്ക് ദുനിയാവിൽ എന്ത് വേണം? വാപ്പ അത് വാങ്ങിത്തരും, സാധിച്ചു തരും മോളെ. നിനക്ക് ഹലുവ വേണോ? നിനക്ക് ദുനിയാവിൽ എന്തെങ്കിലും മധുരങ്ങൾ വേണോ? അത് വാപ്പ തരും മോളെ. പക്ഷേ നാളെ പാരത്രിക ലോകത്ത് മുഹമ്മദിന്റെ മകളാണെന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെടില്ല മോളെ. അതുകൊണ്ട് അൻകദീ നഫ്സക മിനന്നാർ, നിന്റെ ദേഹത്തെ നരകത്തിൽ നിന്ന് നീ തന്നെ കാക്കണം മോളെ. അതും പറഞ്ഞു വാപ്പ ഈ ലോകം വെടിയുന്നതിനെ പറ്റി എന്നെ ഓർമ്മപ്പെടുത്തി. വാപ്പക്ക് അല്ലാഹുവിന്റെ വിളി വന്നെന്നും സെക്കൻഡുകളെ സമയമുള്ളൂവെന്നും വാപ്പ മരണത്തോടടുക്കുകയാണെന്നും എന്റെ വാപ്പ എന്നെ ഓർമ്മപ്പെടുത്തിയപ്പോ സഹിക്കാൻ സാധിച്ചില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. വീണ്ടും വാപ്പ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, വാപ്പ പോയാൽ പിന്നീട് ഈ വാപ്പയുടെ കുടുംബത്തിൽ നിന്ന്
ആദ്യം എന്റെ അടുത്തേക്ക് വരുന്നത് നീയായിരിക്കും മോളെ. എന്റെ വാപ്പ പിതാവ് മരണപ്പെട്ടാൽ പിന്നീട് മരിക്കുക ഞാനാണെന്നറിഞ്ഞപ്പോ എനിക്ക് സന്തോഷം സഹിച്ചില്ല. ഞാൻ പൊട്ടിച്ചിരിച്ചുപോയി. സന്തോഷം കൊണ്ട് ചിരിച്ചുപോയതാ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ലോകത്തിന്റെ റസൂലുള്ള വിട ചോദിച്ചു. ഈ ചരിത്രത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ നമുക്കുള്ള പാഠം, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാ നമ്മൾ. പകലന്തിയോളം ഈ മരുഭൂമിയിൽ ചോരനീരാക്കി അധ്വാനിക്കുന്നവർ. ഒരു ഉത്തരമേ ആരുടെ ചോദ്യത്തിനും നമുക്കുള്ളൂ. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഭാര്യമാരോടൊപ്പമുള്ള സമയങ്ങളും കുടുംബത്തോടൊപ്പമുള്ള സന്തോഷത്തിന്റെ നിമിഷങ്ങളും വേണ്ട എന്ന് വെച്ചിട്ടല്ല. എന്തിന്റെയൊക്കെയോ കാരണത്തിന്റെ പേരിൽ ഈ ചുട്ടുപയത്ത മണലാരണ്യത്തിൽ കടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിക്കുമ്പോ ഒരു വേള ചിന്തിക്കണം. നാട്ടിൽ കൊട്ടാര സദൃശമായ വീടൊരുക്കിയിട്ടും മക്കൾക്ക് വേണ്ടത് വാങ്ങിക്കൊടുത്തിട്ടും അവനവന്റെ പാരത്രിക ലോകം അൻകദീ നഫ്സക മിനന്നാർ, മോളെ നിന്റെ ദേഹം അത് നരകത്തിൽ നിന്ന് നീ കാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തിയ കാര്യം. നമുക്കായി നമ്മൾ സമ്പാദിച്ചതെന്ത്? സാമ്പത്തികമായ ഭദ്രതയും കെട്ടുറപ്പുള്ള വീടുകളും ആരും നോക്കിപ്പോകുന്ന സൗകര്യങ്ങൾക്ക് മുൻപിലും ജീവിച്ച് മതിമറക്കാനാണോ ദുനിയാവിലെ ജീവിതം നമുക്ക് അല്ലാഹു തആല ബാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോ സെക്കൻഡും നമ്മൾ ചിന്തിക്കണം. ഈ ദുനിയാവിലേക്ക് കടന്നു വന്നവരാരും ഈ ദുനിയാവിലുള്ള ഒരടിമണ്ണ് പോലും, ഒരു കാമണ്ണ് പോലും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ജനിച്ചു വീഴുന്ന സമയത്ത് ചുരുട്ടിപ്പിടിച്ച കൈകളുമായിട്ട പല മക്കളും കിടക്കാറുള്ളത്, കരയാറുള്ളത്. അങ്ങനെ കിടക്കുന്ന കുഞ്ഞിന്റെ കൈഭാഗം സ്വന്തം കൈവെള്ള കൊണ്ട് തുറന്നു നോക്കിയിട്ട് ചില വാപ്പാര് വല്യപ്പമാര് ചോദിക്കാറുണ്ട്, ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ, ഉമ്മാന്റെ ഗർഭത്തുനിന്ന് പുറത്തേക്ക് വന്നപ്പോ എന്തൊക്കെ ഉണ്ടോന്നൊയ്യേ എന്ന് ചോദിച്ചു നിവർത്തി നോക്കും. ഒന്നുമില്ല എന്ന് സ്ഥാപിക്കും. എങ്കിൽ മനുഷ്യ, അള്ളാന്റെ ദുനിയാവിൽ അള്ളാന്റെ ഭൂമിയെ വേലികെട്ടി തിരിച്ച് അതിനെ കച്ചവടം പറഞ്ഞ് അതിന്റെ പേരിൽ മത്സരിച്ച് അതിന്റെ പേരിൽ തമ്മിൽ തെറ്റി അതിരിട്ട കല്ലിന്റെ പേരിൽ കൊലക്കത്തിയെടുക്കുന്ന മനുഷ്യ, ഈ ദുനിയാവിൽ ഒരു തരി മണ്ണ് പോലും നീ കൊണ്ടുപോകുന്നില്ല എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തി നീ ചുരുട്ടിപ്പിടിച്ച ജനിച്ച കൈ നിവർത്തിപ്പിടിച്ച് നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ച് 3 വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് ഒരു തരി മണ്ണ് പോലും, ഒരു തരി സ്വർണം പോലും നീ കൊണ്ടുപോയിട്ടില്ല എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന മരണം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, പ്രവാസ ജീവിതത്തിനിടയിലും മനുഷ്യ സമൂഹ ജീവിതത്തിനിടയിലും കുടുംബത്തെ കാണാതെ മരിക്കുന്നവർ, ജനിച്ച 2 വയസ്സുകാരനെ കാണാനുള്ള പൂതി വെച്ച് മരിച്ചവർ, കാണാനുള്ള പൂതിയുമായി തറയിട്ട തന്റെ വീടിന്റെ മുഴുവൻ പണികളും പൂർത്തീകരിക്കാതെ ദുനിയാവിനോട് വിട പറഞ്ഞവർ, ക്ഷണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ നമ്മളിലേക്കും ആ മരണം കടന്നു വരുമ്പോ നമ്മളെ രക്ഷപ്പെടുത്താൻ അൻകദീ നഫ്സക മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തുണ്ട് നമ്മളുടെ കയ്യിൽ എന്ന് ചിന്തിക്കുന്നിടത്താണ് ആ ചരിത്രത്തിൽ നമുക്ക് പാഠമുള്ളത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ള വിട ചോദിച്ചു. അടുത്തതായി പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആൺമക്കളില്ലാത്തതിന്റെ സങ്കടം റസൂലുള്ള അറിയാതിരുന്ന തന്റെ പിഞ്ചോമന പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി മക്കളോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ വാതിൽ കടന്ന് ഈത്തപ്പന ഓലക്കുള്ളിലൂടെ മുട്ടിലേഞ്ഞു വന്ന 2 പേരക്കുട്ടികളെയും 2 തോളിലെടുത്ത് ഖുത്ബ നിർവഹിച്ചിട്ടുണ്ട് ലോകത്തിന്റെ റസൂലുള്ള. ആ ഖുത്ബയ്ക്ക് സമയങ്ങൾക്കിടയിൽ പലപ്പോഴും ആ മക്കളുടെ ചുംബനങ്ങളെ കൊണ്ട് റസൂലുള്ള അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്നും ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ 2 മക്കളെയും 2 തോളിലേക്കും കൈയിട്ട് റസൂലുള്ള വലിച്ചടിപ്പിച്ചു. ഫഖബ്ബലഹുമാ, 2 പേരുടെയും മുഖത്ത് റസൂലുള്ള അമർത്തി ചുംബിക്കാൻ തുടങ്ങി. സഹാബത്ത് പറയുന്നു, ശ്വാസം മുട്ടിപ്പോകുന്നുണ്ടോ ആ മക്കൾക്ക് എന്ന് തോന്നിപ്പോകുമാർ. ഫഖബ്ബലഹുമാ 2 ഭാഗവും മാറി മാറി റസൂലുള്ള ഉമ്മ വെക്കാൻ തുടങ്ങി. അവസാനം മക്കളോടും വിട ചോദിച്ചു, പേരക്കുട്ടികളോടും വിട ചോദിച്ചു, ഭാര്യമാരോരോരുത്തരോടും വിട ചോദിച്ചു. റസൂലുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിലേക്ക് തലവെച്ച് കടന്നു. ആ തലവെച്ച് കടക്കുന്നതിനിടയിൽ ലോകത്തിന്റെ റസൂലുള്ളാഹിക്ക് രോഗം കഠിനമാകാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ട്, ഒരു തുണിക്കഷണം അള്ളാന്റെ റസൂൽ മുഖത്തേക്കിട്ടു, മുഖത്തുനിന്ന് വലിച്ചു മാറ്റി, വീണ്ടും മുഖത്തേക്കിട്ടു, മുഖത്തുനിന്ന് വലിച്ചു മാറ്റി. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തു പറ്റി റസൂലേ, എന്തു പറ്റി റസൂലേ? റസൂലുള്ളാഹിന്റെ മറുപടി, ആയിഷ, അന്ന് ഖൈബറിലെ ജൂതപ്പെണ്ണ് നൽകിയ വിഷമാംസം, അതിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നു ആയിഷ, അത്
സഹിക്കാൻ പറ്റുന്നില്ല ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ള ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. ആ വേദനക്കിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ബോധം കെട്ടുപോകുമാറ് ആ ബോധം കെടുന്ന രൂപത്തിൽ കിടന്നു. ആ കിടത്തത്തിനിടയിൽ റസൂലുള്ളാന്റെ ചുണ്ടെന്തോ മന്ത്രിക്കാൻ തുടങ്ങി. കേൾക്കാത്ത ശബ്ദമായതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്പം തലകുനിച്ചു നോക്കി, എന്താണ് അള്ളാന്റെ റസൂൽ സൂചിപ്പിക്കുന്നതെന്ന്. ആ സമയത്ത് കേട്ടു, അസ്വലാത്ത് അസ്വലാത്ത് വമാ മലക്കത്ത് ഐമാനുക്കും. അസ്വലാത്ത്, ആയിഷ നമസ്കാരം അതുപേക്ഷിക്കല്ലേ എന്ന് പറയണേ ആയിഷ. ആ നമസ്കാരം അതുപേക്ഷിക്കല്ലേ എന്ന് പറയണേ ആയിഷ. വമാ മലക്കത്ത് ഐമാനുക്കും, അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളോട് കാരുണ്യം കാണിക്കാൻ പറയണേ ആയിഷ. അസ്വലാത്ത് അസ്വലാത്ത്, നമസ്കാരം ആയിഷ, നമസ്കാരം ആയിഷ എന്ന് റസൂലുള്ള ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. മനുഷ്യ സമൂഹങ്ങളെ, സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ വിഷയം ആധുനിക കാലഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടവരല്ല നമ്മൾ. ഈ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും, ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രകാരന്മാരും, ലോകത്തുള്ള മുഴുവൻ വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും അടിവരയിട്ട് രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഈ ദുനിയാവിലെ ഏറ്റവും മാരകമായ മരണം ദാഹിച്ചിട്ടുള്ള പേപ്പട്ടി വിഷബാധിച്ച മരണമാണെന്ന്. പേപ്പട്ടി വിഷബാധിച്ചാലുള്ള മരണം നാവ് പുറത്തേക്ക് നീളും. നാവിന്റെ രണ്ടരികുകളിലുമുള്ള ഞരമ്പുകൾ തളർന്നു പോകും. വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടാകും. ഒരിറ്റു വെള്ളം കുടിക്കാനുള്ള കഴിവ് കിട്ടില്ല. വെള്ളം കാണുമ്പോ പേടി തോന്നും. ദാഹിച്ച് ദാഹിച്ച് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാതെ നാവിൽ നിന്നും നരയും പതയും ഒലിപ്പിച്ച് മരിക്കുന്ന പേപ്പട്ടി വിഷഘാതക്കാരന്റെ മരണം, ആ മരണത്തെക്കാൾ വലുതൊന്നും ഈ ഭൂമിയിലില്ല എന്ന് വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തുന്നു. എങ്കിൽ മുസ്ലിം സമൂഹമേ, 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, നമസ്കരിക്കാത്തവൻ ദാഹിച്ചിട്ടാ മരിക്കുക, നമസ്കരിക്കാത്തവൻ ദാഹം ബാധിച്ചവനെ പോലെയാ മരിക്കുക. അസ്വലാത്ത് ഉപേക്ഷിക്കല്ലേ മുസ്ലിമേ, ഒഴിവാക്കല്ലേ മുസ്ലിമേ. യുദ്ധ സന്ദർഭങ്ങളിൽ പോലും കൊടുമ്പിടിക്കൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നതിനിടയിൽ നമസ്കാരത്തിന്റെ ബാങ്ക് കേട്ടാൽ ഒരു പറ്റം സഹാബത്തിനെ കൂട്ടി നമസ്കരിച്ച് ചരിത്രം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അസ്വലാത്ത്, നമസ്കാരം അതുപേക്ഷിക്കരുതേ എന്ന് അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയതിന്റെ ഗൗരവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം തെളിഞ്ഞു. ആ സമയത്താണ് വളർത്തുപുത്രൻ പല്ല് തേച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്നത്. മകൻ തേക്കുന്ന, വളർത്തുപുത്രൻ തേക്കുന്ന പല്ലിന്റെ അറാക്ക് കൊള്ളിക്കഷണത്തിലേക്ക് റസൂലുള്ള സന്തോഷത്തോടെ ഒന്ന് നോക്കി. ആ നോട്ടം തിരിച്ചറിഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ റസൂൽ പല്ല് തേക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഉടനെ തന്നെ ആ മകനോട് അറാക്കിന്റെ കൊള്ളിക്കഷണം വാങ്ങി അതിന്റെ മറുഭാഗം സ്വന്തം ഞാണുകൊണ്ട് പല്ലുകൊണ്ട് കടിച്ചു ചീച്ച് റസൂലുള്ളാന്റെ പല്ല് തേപ്പിച്ചു കൊടുത്തു. മരണം വരെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ലോകത്തുള്ള ഭാര്യമാർക്ക് ഇന്നും മാതൃകയാകുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ മരണം വരെ പറഞ്ഞൊരു വാക്യമുണ്ട്, എന്റെ സഹോദരിമാരെ, എന്റെ ഉമിനീരും എന്റെ ഹബീബ് റസൂലുള്ളാന്റെ ഉമിനീരും കൂടിയോജിച്ച ആ സമയം എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല എന്നോർമ്മപ്പെടുത്തിയ ഒരു കാര്യം. ആ ഭർത്താവിന്റെ നോട്ടം കണ്ട് ഭർത്താവ് ആഗ്രഹിക്കുന്നത് തിരിച്ചറിഞ്ഞ ഒരു ഭാര്യയുടെ മഹത്വം, ആ മഹത്വമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തിൽ നിന്ന് ഈ സമൂഹത്തിന് ലഭിക്കാനുള്ള ഗുണപാഠം. അങ്ങനെ പല്ല് തേച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന് അല്പം ആശ്വാസം തോന്നി. ആ ആശ്വാസത്തിലിരിക്കുമ്പോ വീണ്ടും രോഗം കഠിനമാകാൻ തുടങ്ങി. റസൂലുള്ളാഹ്ക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. വീണ്ടും കയ്യിലുണ്ടായിരുന്ന തുണിക്കഷണം മുഖത്തേക്കിട്ടു, മുഖത്തുനിന്ന് വലിച്ചു മാറ്റി. ആ സമയത്താണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയും സഹാബാക്കളും വിതുമ്പിക്കരയുന്നതിനിടയിൽ ലോകത്തിന്റെ റസൂലുള്ള വീണ്ടും വിളിച്ചു പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവരുടെ അമ്പിയാക്കളുടെ കബറുകൾ അവർ കെട്ടിപ്പൊക്കിയ കാരണത്താൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല. ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്, മരണത്തിന് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. എന്നിട്ടും സഹിക്കാനാവാത്ത റസൂൽ അള്ളാഹുവിനോട് തേടി, അല്ലാഹുമ്മ അഗ്നി അലാ സക്കറാത്തിൽ മൗത്ത്, അള്ളാഹുവേ എന്റെ മരണവേദന അതിനെന്നെ തൊട്ട് സഹായിക്കു റബ്ബേ, എന്റെ വേദന സഹിക്കാൻ സാധിക്കുന്നില്ല റബ്ബേ, എനിക്കൊന്ന് സഹായം എത്തിക്കുന്നാഥാ
എന്ന് പ്രാർത്ഥിച്ചു. മരണവേദന കൊണ്ട് വെപ്രാളപ്പെട്ടിരുന്നു. ആ സമയത്ത് വീണ്ടും ബോധം കെട്ടു. അടുത്ത് നിൽക്കുന്ന കൂജയിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് റസൂലുള്ളാന്റെ മുഖത്തേക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹ തെളിച്ചു. ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞ റസൂലുള്ളാന്റെ മുഖത്ത് വല്ലാത്തൊരാശ്വാസം, ഒരു പുഞ്ചിരി. ആ പുഞ്ചിരിക്കിടയിൽ തന്റെ ക്ഷീണിച്ചു പോയ വലത്തെ കൈ അള്ളാന്റെ റസൂൽ മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. ഓരോ സഹാബാക്കളും ആകാശത്തേക്ക് നോക്കിത്തുടങ്ങി. ക്ഷീണിച്ച കൈകൾ ആകാശത്തേക്ക് ഉയർത്തുന്നതിനിടയിൽ വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്ത് റസൂലുള്ള പാരായണം നടത്തി. മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ വഹസുന ഉലൈക റഫീഖുൽ അലാ ഉലൈക റഫീഖുൽ അലാ. അല്ലാഹുവേ, മഅല്ലദീന, ഞാനിതാ റബ്ബേ എന്നെ നീ ഉൾപ്പെടുത്തണേ നാഥാ. നീ തൃപ്തിപ്പെട്ട ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, നീ തൃപ്തിപ്പെട്ട നബിമാരുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണേ റബ്ബേ. ഉലൈക റഫീഖുൽ അലാ ഉലൈക റഫീഖുൽ അലാ. അവരൊക്കെ എത്രയെത്ര മഹാന്മാർ, അവരൊക്കെ എത്രയെത്ര മഹത്വവാന്മാർ, അവരുടെ കൂട്ടത്തിൽ എന്നെയും നീ ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആ ആയത്ത് തീരുമ്പോഴേക്കും മുകളിലേക്ക് ചൂണ്ടിപ്പിടിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ഈ തപ്പന ഓലയിലേക്ക് തല്ലി അലച്ചു വീണു. ഉടനെ തന്നെ സഹാബത്ത് ചുറ്റും കൂടി. അള്ളാഹുവിന്റെ തിരുദൂതൻ മരണപ്പെട്ടു എന്ന് അവർക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത
ആരോഗ്യം